ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മാന കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അതുക്ക് മേലെയാണ് ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഗോൾഡൻ ടീ കേക്കാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. എല്ലാവർക്കും 100% വിശ്വസിച്ച് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടീ കേക്കാണ്. ഫ്ലോപ്പ് ആവുമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്കാണ്, നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് 250 ml ആണ്. ആ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നമുക്കൊരു 2-3 തവണ നന്നായിട്ട് അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 2-3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 5 വലിയ മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ഒരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് ആദ്യം മുട്ടവെള്ളം ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടവെള്ളയൊക്കെ പതഞ്ഞ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1.25 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പൊടിച്ചിട്ടാണെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മുട്ട വെള്ള ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ മുട്ടയുടെ മഞ്ഞയുടെ ഒരു തുള്ളി പോലും ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ആകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ബീറ്റായി കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബൗളിലോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ബ്ലേഡ്സിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടവെള്ളം നന്നായിട്ട് പതഞ്ഞ് കിട്ടില്ല. മുട്ടവെള്ളം നന്നായിട്ട് പതഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മുട്ടവെള്ള സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മുട്ടവെള്ള ആയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ആ കൂടെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്കും കൂടെ നമുക്ക് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എഗ് യോക്കും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയാവും. ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ മുഴുവൻ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തു. ബൗളിൻ്റെ സൈഡിലൊക്കെ പൊടികളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ കേക്കിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. 180 ml, അതായത് 3/4 കപ്പോളം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കണം.
180 ml വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 180 ഗ്രാം ബട്ടർ എടുത്ത് മെൽറ്റ് ചെയ്യണം. നിങ്ങൾ ഓയിൽ വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഈ ഒരു കേക്കിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കണം. ഒരു തവണയെങ്കിലും ബട്ടർ ചേർത്തിട്ട് നിങ്ങൾ ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബട്ടർ ചേർക്കാതെ നമുക്ക് ഓയിലും ചേർത്ത് ഉണ്ടാക്കാം, നല്ലതായിരിക്കും. പക്ഷേ ബട്ടർ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ മുഴുവൻ ബട്ടർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ബട്ടറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് ബേക്കിംഗ് ടിന്ന് എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മളിപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഈ ഒരു പാത്രം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് പോയിക്കോളും. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 45 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ഗോൾഡൻ ടീ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം. പിന്നെ ശരിക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കി ഒരു 2 ദിവസത്തിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിക്കേണ്ടത്. അപ്പോൾ ഒരു ഓർഡർ വന്നെങ്കിലും നിങ്ങൾ 2 ദിവസം മുമ്പ് ഈ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കുക, അതിന് ശേഷം കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബട്ടർ ചേർത്തിട്ട് ഒരു തവണയെങ്കിലും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിച്ച് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 850 രൂപ ഈ ഒരു കേക്കിന് വാങ്ങിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.